പാലക്കാട് ആരായിരിക്കും നിലവിൽ സിറ്റിംഗ് MLA-മാരൊക്കെ തുടരുക? എന്തായിരിക്കും ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അങ്ങേക്കല്ലേ. ആരാണെങ്കിലും അതിപ്പോ സിറ്റിംഗ് MLA ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പാർട്ടി തീരുമാനം അത്തരം കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എനിക്കിപ്പോ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് എനിക്കിപ്പോ ഏതെങ്കിലും സീറ്റില് ഇനിയിപ്പം പിന്നെ പറവൂർ സീറ്റിലെ സ്ഥാനാർത്ഥി എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റൂ? അപ്പൊ അതൊരിക്കലും ഇങ്ങനെ ഒരു മാധ്യമ ചോദ്യത്തിന്റെ മുമ്പിൽ ആരായിരിക്കും പാലക്കാട്ടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരായിരിക്കും കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി മറ്റേ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി നാദാപുരം ഇതൊന്നും ഇപ്പോ ഓഫ് ഹാൻഡ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പാർട്ടി അതിന്റെ ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ അതും പാർട്ടി പ്രസിഡന്റിന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡൽഹിയിലെ മീറ്റിംഗിലും പറഞ്ഞൊരു കാര്യം, ഒരുപാട് ഡിലേ ആക്കണ്ട, ഒരുപാട് വൈകിപ്പിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ ധൃതി കൂട്ടി നാളെ തന്നെ. ചില മാധ്യമങ്ങൾ കണ്ടു ജാഥ നടക്കുന്നതിനോടൊപ്പം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വരും. അങ്ങനെയില്ല. ചില മാധ്യമങ്ങൾ വയനാട് ക്യാമ്പ് നടക്കുമ്പോൾ പറഞ്ഞ് 70 സ്ഥാനാർത്ഥികളെ ഇപ്പൊ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. നിങ്ങളല്ല കേട്ടോ, 70 സ്ഥാനാർത്ഥികളെ ഇപ്പൊ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ കൊടുത്തു. പക്ഷെ അങ്ങനെയൊന്നും ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അതിന്റെ നടപടിക്രമങ്ങളുണ്ട്. ഇപ്പൊ സ്ക്രീനിങ് കമ്മിറ്റി വന്നു, മധുസൂദന മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വന്നു. അവരുടെ ഫസ്റ്റ് റൗണ്ട് ഡിസ്കഷൻ KPC ലീഡർഷിപ്പായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് സീനിയർ ലീഡർഷിപ്പായിട്ട് ഇലക്ഷൻ കമ്മിറ്റിയുമായിട്ട് അവരുടെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായി ടൈം ബൗണ്ടായി നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ഇത്തവണ കോൺഗ്രസിന്റെ പുറത്തു വരാൻ പോവുക എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പാലക്കാട് ബിജെപിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമാണ്. അപ്പോ മുൻ MLA എന്ന നിലക്ക് താങ്കളെ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ താങ്കൾ എന്റെ പൊന്നോ BJP A ക്ലാസ് മണ്ഡലം എന്നുള്ള നിലക്ക് അവരുടെ അവകാശവാദത്തിന് അപ്പുറത്തേക്ക് പാലക്കാട് അസംബ്ലി അവർ ജയിക്കാൻ പോകുന്നില്ല. അതൊന്നും നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും വലിയ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ എത്രത്തോളം വലിയ ക്ലെയിം ഓഫീസ് വരെ തുറന്നു വെച്ചതാണ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ വലിയ ക്ലെയിമാ വെച്ചിരുന്നു. അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ട് വന്ന് പ്രചരണം നടത്തിയാണ്. പക്ഷെ പാലക്കാട്ടെ ജനാധിപത്യ സമൂഹം, പാലക്കാട്ടെ മതേതര സമൂഹം തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ പിന്നെ വളരെ സ്ട്രോങ് ആയി UDF-നൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് BJP ഓഫീസുണ്ട്, അവിടെ ഉണ്ട്, പോയാറി. ഇത് തള്ളണ്ട. MP-മാരുടെ മത്സരത്തിന്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു തീരുമാനം. ഇപ്പം MP-മാരെല്ലാവരും കൂടെ മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നില്ല. അതങ്ങനെ MP-മാർ മത്സരിക്കുമല്ലേ എല്ലാ ദിവസവും പിന്നെ വാർത്തയും ചോദ്യം നിങ്ങൾ തന്നെ കൽപ്പിക്കുന്ന ചില ഉത്തരങ്ങളും പരിഗണിക്കപ്പെടുന്ന ചില ആളുകൾ പരിഗണിക്കുന്ന ചില അല്ല, അങ്ങനെ അത് പാർട്ടി ഔദ്യോഗികമായിട്ട് തീരുമാനം പറഞ്ഞ ആ തീരുമാനം ധാരണ വന്നത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള തീരുമാനം. പാർട്ടി തീരുമാനം വന്നാൽ ഞാൻ ശിക്ഷ പീരീഡിലായതുകൊണ്ട് ഇപ്പൊ നടന്ന വാർത്തകൾ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ പാർട്ടി സമയത്ത് തീരുമാനിക്കും. ആര് മത്സരിക്കണം വേണ്ടെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പോളിസി മാറ്ററാണ്. അത് പാർട്ടി ഒരു ഡിസിഷൻ എടുത്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധകം. വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണ്ട, അത് എല്ലാവർക്കും ബാധകമാണുള്ളത്. ഇത്തവണത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ ഗവൺമെന്റിൽ നിന്ന് ഇവിടുത്തെ ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അതോടൊപ്പം എവിടെയൊക്കെയോ അറ്റുപോയ ചില പ്രതീക്ഷകൾ കൈവിടേണ്ടതില്ല. രാഹുൽ ഒരുപക്ഷെ പാലക്കാട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവിടെ 2 സാധ്യതകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത എന്ന് പറയുന്നത് രാഹുൽ സ്വതന്ത്രനാണ്. പക്ഷേ UDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്രൻ രാഹുൽ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു നീക്കവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാട്ടെ നിയോജക മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന് ചോദിച്ചാൽ അവിടെ രാഹുൽ മാങ്കൂട്ടം, സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടം അവിടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അതിലാർക്കും വലിയ ആശ്ചര്യങ്ങളോ അത്ഭുതങ്ങളോ ആരും ഞെട്ടേണ്ടതില്ല എന്ന് ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി രാഹുലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പടിയടച്ച് പിണ്ടം വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്ന 2 സാധ്യതകൾ, ഒന്ന് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുക. നമ്മളെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തണം. UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവണമെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളതാണ് ഒരു കാര്യം. അത് ഏറെക്കുറെ അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ നമ്മൾ കാണേണ്ടി വരും. അതിലുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പിന്നെയുള്ള പോസിബിലിറ്റി എന്താണ്? പിന്നെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അവിടെ UDF-ഉം കോൺഗ്രസും എന്ന് പറഞ്ഞാൽ മുന്നണി UDF ആണല്ലോ, UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നു എന്നുള്ള രീതി വരേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പാലക്കാട് കോൺഗ്രസിന് എന്തുണ്ടാവില്ല, കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന UDF-ന് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്നുള്ളതാണ്.
ആ ഒരു ഘട്ടം പരിഗണനാ വിഷയമാണ്. അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അങ്ങനെ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. അത് തന്നെയാണ് ഷാഫി പറമ്പിലിൻ്റെ വാക്കുകളിൽ ചില സൂചനകളുണ്ട്. ഷാഫി കാരണം അങ്ങനെ അത് പ്രഖ്യാപിക്കേണ്ട വ്യക്തി ഷാഫി അല്ലാത്തത് കൊണ്ടാണ് അയാൾ അത് അങ്ങ് വിട്ട് തെളിയിച്ച് പറയാത്തത്. അത് പ്രഖ്യാപിക്കുക ആ നേതൃത്വത്തിലിരിക്കുന്ന അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് പ്രഖ്യാപിക്കുക എന്നുള്ളത് കൊണ്ട് ഷാഫി അത് പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാധ്യത നമ്മൾ കാണേണ്ടതായിട്ട് വരികയാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മത്സരിക്കും, UDF സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞ ആ വാക്കുകളെ ഒന്നുകൂടി ബലം നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ പിന്തുണ നൽകുന്ന രീതിയിൽ, ഒരു ജെന്യൂനിറ്റി നൽകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ആധികാരികമായിട്ട് നമുക്കിപ്പോൾ അത് വീണ്ടും പറയാൻ കഴിയും. രാഹുൽ മത്സരിക്കും, UDF സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്നുള്ള കാര്യം കുറച്ചുകൂടി ആധികാരികമായിട്ട് നമുക്ക് പറയാൻ കഴിയും. സാധ്യതകളാണ്, ഇതൊന്നും 100% ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെയും സാധ്യതകളുണ്ട്, അങ്ങനെയും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്, അങ്ങനെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വവുമായിട്ടും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും ഒക്കെ ഈ കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കോൺഗ്രസും UDFും കടന്നിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം ഉണ്ടായാൽ, അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് ലീഗിൻ്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ അടുത്തടുത്ത നിമിഷങ്ങളിൽ ആരാദ്യം പ്രഖ്യാപിക്കുമെന്നൊന്നുമില്ല. അതൊക്കെ അവിടെ ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ പുറത്ത് ലീഗ് ആദ്യം പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിക്കും. അതിന് തൊട്ട് വരുന്ന നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ, മിനിറ്റുകളിൽ ഈ പറയുന്ന ആദ്യം പ്രഖ്യാപിക്കുന്ന ലീഗാണെങ്കിൽ കോൺഗ്രസ് അടുത്തതായിട്ട് വരും. ഇനി അടുത്തത് ആദ്യം കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ ലീഗ് പുറത്ത് പിന്നാലെ വരും. എന്താണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തയ്യാറെടുപ്പിലേക്ക് UDF നേതൃത്വം കടന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങനെ അങ്ങ് തട്ടി മാറ്റില്ല എന്നുള്ള വാർത്തകൾ, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ആശ്വസിക്കാൻ, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? അതിൽ ഞാൻ കരുതുന്നത് എന്താണെങ്കിലും ഷാഫി പറമ്പിൽ മത്സരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ ഒരിക്കലും പാലക്കാട്ടേക്ക് തിരിച്ചെത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ കോഴിക്കോട് കണ്ണൂർ മിക്സ് ചെയ്ത് കിടക്കുന്ന ആ പ്രദേശമാണ്. അവിടെ ഷാഫി എവിടെ സ്ഥാനാർത്ഥിയായാലും അതിൻ്റെ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം വടകര പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് ഈ തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, ഇത്രയും മണ്ഡലങ്ങളിലും ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മലബാറിലെ മറ്റു മണ്ഡലങ്ങളിലും ഷാഫിക്ക് വ്യക്തമായ സ്വാധീനങ്ങൾ ചെലുത്തുവാനും ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പുള്ളത്. അപ്പോൾ ഷാഫി ഈ മലബാർ ഏരിയയിൽ, അതും എസ്പെഷ്യലി ഈ വടകരയിൽ, താൻ പ്രതിനിധാനം ചെയ്യുന്ന വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിലായിരിക്കും ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ എല്ലാ MPമാരും മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. പാർട്ടി പറയുന്ന രീതിയിലായിരിക്കും മത്സരങ്ങൾ ഉണ്ടാവുക. അതിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് UDF സ്വതന്ത്രനായിട്ട് വരുമെന്നുള്ള കാര്യങ്ങൾ ഏറെക്കുറെ അത് ഒരു 95%, അവിടെ ഒരു 5% ബാക്കിയുണ്ട്. പക്ഷേ എന്നാലും അതൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം 95% സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു 95%, 95% സാധ്യതകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ 100% സാധ്യതകൾ എന്ന് പറയുന്നിടത്തേക്കാണ്. പക്ഷേ അവിടെയും മേ ബി ഈ പറയുന്ന അല്ലാതെ ഉള്ള ഒരു സാധ്യതകളുണ്ട്. പക്ഷേ എനിക്ക് ഷാഫി പറമ്പിലിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ്. എന്താണെങ്കിലും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും നമുക്ക് ഒരു ക്ലിയർ തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു നിലയിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകണം, മത്സരിക്കണം, പാലക്കാട് തന്നെ മത്സരിക്കണം എന്നൊക്കെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ അവിടെ UDF പിന്തുണക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനാവാൻ തയ്യാറാവുമായിരിക്കാം. പക്ഷേ
UDFിൻ്റെ പിന്തുണയില്ലാതെ അവിടെ കോൺഗ്രസിന് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു രീതിയിൽ പാർട്ടിക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പരിപൂർണ സ്വതന്ത്രനായിക്കൊണ്ട് മത്സരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ 24-ാം തീയതി രാഹുലിൻ്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്ത് രാഹുലിനെ സന്ദർശിക്കുന്ന വേളയിൽ രാഹുൽ അത്തരത്തിൽ ചില സൂചനകൾ നൽകി എന്നുള്ളതാണ്. മത്സരിക്കുകയാണെങ്കിൽ തനിക്ക് UDFിൻ്റെ കൂടെ മത്സരിക്കണം, അതല്ലാതെ പാർട്ടിയെ തള്ളിക്കൊണ്ടൊരു പൂർണ്ണ സ്വതന്ത്രനായിക്കൊണ്ടുള്ള മത്സര രംഗത്തേക്ക് താൻ ഉണ്ടാവില്ല, അങ്ങനെ എനിക്ക് മത്സരിക്കേണ്ട എന്നുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ രാഹുൽ നടത്തി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു പാർട്ടി ഒന്നില്ലെങ്കിൽ പാർട്ടി പിന്തുണക്കുന്ന സ്വതന്ത്രൻ, അല്ലെങ്കിൽ പാർട്ടിയുടെ ടിക്കറ്റിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, ഇത് രണ്ടുമല്ലാതെ ഒരു പൂർണ്ണ സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു സ്വതന്ത്രനായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വിമതനായിക്കൊണ്ട് മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവില്ല എന്ന് തന്നെയാണ് രാഹുലിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം രാഹുൽ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ രാഹുൽ കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രതീക്ഷയും വെച്ച് രാഹുൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ പറയുന്ന കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന ചില ചർച്ചകളുടെ ഒക്കെ ഫലങ്ങൾ അത് രാഹുലിന് ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾക്കുള്ള വകയായിരിക്കാം എന്ന് നമ്മൾ അനുമാനിക്കുക. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ വാക്കുകൾ കൂടി അതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ എന്നല്ല മിക്കവാറും രാഹുൽ പാലക്കാട് മത്സരിക്കും. അത് രണ്ടർത്ഥത്തിലാവാം. ആ രണ്ടർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. രണ്ട് രീതിയിലാവാം. അതിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ സാധ്യതകൾ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുക, തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുക, എന്നൊരു കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുക എന്നുള്ളത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് സംശയകരമാണ്. മറ്റൊരു സാധ്യത ഞാൻ പറഞ്ഞ UDF പിന്തുണയുള്ള സ്വതന്ത്രൻ, കോൺഗ്രസിനോ UDFിനോ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല, മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ UDFും കോൺഗ്രസും പിന്തുണക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകളാണ് ഏറെക്കുറെ കാണുന്നത്. ആ രീതിയിലേക്കാണ് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് നമ്മൾ വലിയ ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെ അയാൾ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ അയാൾക്ക് അതൊക്കെ തിരുത്തിക്കൊണ്ട് പൂർണ്ണ ഒരു അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അയാൾ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല. മത്സരരംഗത്ത് രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുന്നു. എന്താണെങ്കിലും ഷാഫി പറമ്പിലിൻ്റെ വാക്കുകൾ വളരെ പ്രതീക്ഷ നൽകുന്നത്, ആശാവഹമായ ചില പ്രതികരണങ്ങളാണ് ഷാഫി പറമ്പിൽ ഇന്നലെ നടത്തിയിരിക്കുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചുകൂടി പ്രചോദനമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.